ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു മണി പ്ലാന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ലീഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പോത്തോസ് വെറൈറ്റി അല്ലേ മണി പ്ലാന്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഗോൾഡൻ മണി പ്ലാന്റ്, മാർബിൾ ക്യൂൻ വെറൈറ്റി, അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ് ഒക്കെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തരത്തിലും ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാർബിൾ ക്യൂൻ പോത്തോസ് വെച്ചിട്ട് ഇതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. മുന്നേ 1-2 പ്രാവശ്യം നമ്മളിത് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെയ്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ നിയോൺ പോത്തോസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സക്സസ് ആയി ഹെൽത്തി ആയിട്ട് ചെടി നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർബിൾ ക്യൂവിൻ്റെ കുറച്ച് പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് വേറെയും കുറച്ച് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാർബിൾ ക്യൂൻ വെറൈറ്റി തന്നെയാണ്. ഇതും അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് പടർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മഞ്ജുള പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നീണ്ടു വന്ന പീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുമാണ് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് കട്ടിങ്സ് എടുക്കാം. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഇരകളുള്ള പീസാണ്. നമുക്കറിയാം മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ലീഫിനോടിൻ്റെ താഴത്തുനിന്നും വേരുകളുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഏത് രീതിയിൽ നട്ടുകിട്ടാലും വളർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു പീസും കൂടി എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. മണി പ്ലാന്റിന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നൊരു പ്ലാന്റും കൂടിയാണ്. വീട്ടിൽ പൂക്കളെക്കാട്ടും കൂടുതൽ ചെടികളെയും ഇലകളെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്ലാന്റേഷൻ വളരെ നല്ലതായിരിക്കും. ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചെറിയൊരു പീസ് എടുത്ത് ഇതിൽ വെറുതെ വെച്ച് കൊടുത്തായിരുന്നു. ചെടി ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലത്തെ ചെടി തന്നെ കുറേ പീസസ് ഉണ്ടാവും. പലതും ചോദിക്കുന്നതാണ് ഇത്രയും എങ്ങനെയാണ് വളർത്തിയെടുക്കുകയെന്ന്. ചെടി നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യുക, വേറൊരു പോട്ടിൽ വെറുതെ ഒന്ന് കുഴിച്ചിടുക. അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു ചെടി നശിച്ചു പോയാലും അപ്പോൾ നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുത്തതിനൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ചെടി നശിച്ചു പോവാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഏകദേശമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നന്നായി വളർന്നു വന്നതായിരുന്നു. നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും കൂടുതൽ ബ്രാഞ്ചസ് ആയിട്ട് വരികയാണ് ചെയ്യുക. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരുപാട് കട്ട് ചെയ്യുന്നില്ല. നമുക്ക് വളർത്തി കഴിഞ്ഞാൽ കട്ട് ചെയ്യാനും ഒരു മടിയാണ്. കാരണം അത്രയും ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ലീഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ചെടി സെറ്റാക്കി എടുക്കുന്നത്. ഓരോ ലീഫും നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഓരോ ലീഫായിട്ടാണ് ഇത് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ലീഫിനോടിൻ്റെ പുറകിൽ നിന്നും നമുക്ക് വേര് വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓരോ ലീഫും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വേരും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി കെട്ടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പീസും കൂടി ഞാൻ അതുപോലെ ഓരോ ലീഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യുന്നത്. ഒരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു മോഡലിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു കയറോ റബ്ബർ ബാൻഡോ ബണ്ണോ എന്തുപയോഗിച്ച് വേണമെങ്കിൽ കെട്ടാം. നമ്മൾ ചെറിയൊരു തുണി കഷ്ണം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. വേരുകളൊക്കെ അങ്ങനെ ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം. മണ്ണിൽ വേണമെങ്കിലും കുഴിച്ചിടാം. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഓരോ ലീഫിൻ്റെ അടുത്തുനിന്ന് ഓരോരോ പുതിയ തൈ ഇലകൾ പോലെ ഉണ്ടാവും. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി ഈ രീതിയിൽ തന്നെ നമുക്കൊരു ഷേപ്പിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം ഹാങ്ങിങ് ആയിട്ട് അങ്ങനെ വളർത്താവുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ അത് വെക്കാനുള്ള പോട്ടും പോട്ടി മിക്സും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും
വലിയൊരു പോട്ടാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പോട്ടെന്നോ ഒരു ബേസിൻ പോലത്തെ ഒരു പോട്ടാണ്. അത്യാവശ്യം കുറച്ച് നീളമുള്ള ലെങ്ത്തിലുള്ളൊരു പോട്ടാണ്. അപ്പോൾ ഇതിൽ നിറച്ചും നമുക്കിത് വെക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ നിറച്ചും മണ്ണിട്ടിട്ട് 3 കളറായിട്ട് ചെടി സെറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെടി സെറ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിറച്ചും നമുക്ക് മണ്ണ് ചേർക്കാം. നമ്മളെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, മണി പ്ലാന്റ് പോത്തോസ് വെറൈറ്റിയിൽ പെടുന്ന ചെടികൾക്കൊന്നും വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കരിയിലയാണ് നമ്മൾ വളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പരത്തിയിട്ട് നമ്മളെ പോട്ടൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. ഓൾറെഡി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ 3 ചെടി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഭാഗത്താണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ചെടി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുള്ള അത് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി പുതിയ ലീഫുകളൊക്കെ വരുന്ന നേരത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മണി പ്ലാന്റ് വീട്ടിൽ നല്ല ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളരുന്നവരുണ്ടെങ്കിൽ 2-3 കട്ടിങ്സ് എടുത്ത് ലീഫ് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ 1-2 ആഴ്ച മുന്നേ ജസ്റ്റ് എൻജോയ് പത്തോസിൻ്റെ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ പത്തോസിൻ്റെയും കുറച്ച് കളക്ഷൻസാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻജോയ് പത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ സാറ്റേൺ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ നിയോൺ പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാർബിൾ ക്യൂൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഇതുപോലെ നിയോൺ പത്തോസ് ചെയ്തിട്ടുള്ളൊരു ലീഫ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടാണ്. ഈ രീതിയിൽ ഇന്ന് നമ്മൾ മാർബിൾ ക്യൂൻ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ മേലെയായി. ചെടി ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വലിയൊരു കട്ടിങ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ലീഫുകളൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു ബണ്ണോ അല്ലെങ്കിൽ ചെറിയൊരു കയറോ ഉപയോഗിച്ച് കെട്ടിയിട്ട് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ഒരു മോഡൽ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി നമ്മൾ വീടിൻ്റെ മുകളിൽ ബാൽക്കണി സൈഡിൽ ഇൻഡോറായിട്ട് ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പോത്തോസിൻ്റെയും അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിൽ കിച്ചൺ ഏരിയയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് മണി പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഹാങ്ങിങ് മെത്തേഡിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഹാങ്ങിങ് ആകുമ്പോൾ നല്ല വള്ളി പോലെ നീണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ പ്രാവശ്യം നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്യുമ്പം ഓരോ ഭംഗിയിൽ തന്നെയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കളക്ഷൻസും ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.